നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വർഷം ഉം. ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് കരുതുക. ഉം. പെട്ടെന്ന് എങ്ങനെയാവും നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകളൊക്കെ മാറുക? ഇതൊരു വെറും എന്താ പറയാ ഒരു ചിന്താ പരീക്ഷണമല്ല, ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ സഹായിക്കുന്നൊരു വഴി കൂടിയാണ്. ഇക്ബാൽ നാസിമിന്റെ ചില ചിന്തകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഒരു ചോദ്യം അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തെ ഒന്ന് റീഓർഡർ ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നൊരു ബോധ്യമാണ്. പക്ഷെ ഇത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലത്തെ ഒരു ശരി തെറ്റുകളുടെ കണക്കെടുപ്പല്ല, അല്ലേ? കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ചിന്തയാണത്. അതെ അതെ, അവിടെയാണൊരു പ്രധാന വ്യത്യാസം വരുന്നത്. നാസിമിന്റെ കാഴ്ചപ്പാടിൽ ഈ ഉത്തരവാദിത്തം എന്നത് ഉം. നിങ്ങൾ നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ എന്നതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകൾ, ആ സാധ്യതകൾ നിങ്ങൾ എത്രത്തോളം ഉപയോഗിച്ചു എന്നൊരു ചോദ്യമാണ്. നമ്മൾ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് മാത്രമല്ല, ആ പൊട്ടൻഷ്യൽ, ദൈവം തന്ന ആ കഴിവ്, അത് മുഴുവനായി ഉപയോഗിച്ചോ എന്നതിനാണ് ഊന്നൽ. ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും, ഓരോ തിരഞ്ഞെടുപ്പിനെയും വേറൊരു ലെവലിൽ കാണാൻ സഹായിക്കും. ശരിയാണ്. ഉം. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളും നമ്മൾ ഡെയിലി ജീവിക്കുന്ന ജീവിതവും, അതായത് നമ്മുടെ ജോലി, കുടുംബം, ഈ സോഷ്യൽ ലൈഫ്, ഇതൊക്കെ തമ്മിലൊരു അകൽച്ച ഫീൽ ചെയ്യാറില്ലേ? ഒരു സൈഡിൽ നമ്മുടെ വിശ്വാസം, മറ്റേ സൈഡിൽ നമ്മുടെ സാധാരണ പ്രവർത്തികൾ. നാസം ഈ ഒരു വേർതിരിവിനെയാണ് ശരിക്കും ചോദ്യം ചെയ്യുന്നത്, അല്ലേ? ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു മീനിങ് കണ്ടെത്താനുള്ളൊരു ശ്രമം. തീർച്ചയായും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ? ഇത് തന്നെയാണോ ഈ നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അർത്ഥവത്തായ കാര്യം? അങ്ങനൊരു ചോദ്യം വരും അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ ഒരു വർഷത്തെ ജീവിതം എന്ന ഫ്രെയിംവർക്ക്, അത് അവിടെയാണ് ശരിക്കും പവർഫുൾ ആവുന്നത്. ഇത് നമ്മുടെ പ്രയോറിറ്റീസിനെ മൊത്തത്തിൽ മാറ്റാൻ അതിന് കഴിയും. സമയം, ഊർജം, നമ്മുടെ ശ്രദ്ധ, ഇതൊക്കെ എവിടെയാണ് ശരിക്കും കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ ഇതൊരു വലിയ ഹെൽപ്പാണ്. അപ്പോ ദൈവത്തോടുള്ള ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് മുന്നോട്ടു പോകാൻ പറ്റിയോ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നമ്മളെടുത്ത ഓരോ തീരുമാനവും നമ്മുടെ ആ സാധ്യതകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. ഈയൊരു ചിന്ത അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 15 വർഷത്തോളം നീണ്ടുനിന്നൊരു സെൽഫ് റിഫ്ലക്ഷൻ ജേർണിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വെറുമൊരു തിയറി മാത്രമായിരുന്നില്ല, അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു. വിശ്വാസം പള്ളിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ മാത്രമായി ഒതുക്കാതെ നമ്മുടെ ജോലിയിൽ, ഫാമിലി റിലേഷൻഷിപ്പിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, എല്ലാത്തിലും എങ്ങനെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നതായിരുന്നു അന്വേഷണം. പല വിശ്വാസികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. വിശ്വാസം വേറെ, ലൈഫ് വേറെ ഒരു തരം വേർതിരിവ്. നാസിം ശ്രമിച്ചത് ഇതില്ലാതാക്കാനാണ്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും പിന്നെ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോവാനും സഹായിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിലെ ഏറ്റവും എന്താ പറയാ ഹൈ ലെവൽ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് നാളെ അറിഞ്ഞാലും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റവും വരുത്തേണ്ടി വരരുത് എന്ന അവസ്ഥയിൽ എത്തുക എന്നതാണ്. അതായത് ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം അത്രയ്ക്ക് മീനിങ് ഫുൾ ആയിരിക്കണം, ലക്ഷ്യബോധത്തോടെ ഉള്ളതായിരിക്കണം. ഇതൊരു വലിയ സ്റ്റാൻഡേർഡ് ആണല്ലേ? ഓ, വളരെ ഉയർന്ന ഒന്ന് തന്നെ. അദ്ദേഹം അവിടെ എത്തിയെന്ന് അവകാശപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും നടക്കാൻ ശ്രമിക്കണം എന്നതിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഓരോ ദിവസവും ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ ദിവസമായിരിക്കാം എന്നൊരു ബോധ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം. കാരണം സമയം, അത് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ മണൽത്തരികൾ പോലെ ഒലിച്ചു പോവുകയല്ലേ. നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ അത് തീർന്നുപോയേക്കാം. അതെ, ആ മണൽ ഘടികാരത്തിന്റെ ഉപമ അത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ എന്ന ചിന്ത അതൊരു ടൂള് പോലെയാണ്, അല്ലേ? സ്വയം ഒന്ന് അളക്കാനും എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്താനും നമ്മുടെ വാല്യൂസിനെ നമ്മുടെ ആക്ഷൻസുമായിട്ട് ഒന്ന് അലൈൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്ന്. നിങ്ങളിത് എങ്ങനെയാണ് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലേറ്റവും അർത്ഥവത്തായി തോന്നുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ ഡെയിലി പ്രവൃത്തികൾ, ഇവ തമ്മിൽ എത്രത്തോളം ഒരു ചേർച്ചയുണ്ട്? നിങ്ങളുടെ പൊട്ടൻഷ്യൽ, അത് നിങ്ങൾ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിക്കാൻ ഈ ചിന്ത നമ്മളെ ഒന്ന് പുഷ് ചെയ്യും. തീർച്ചയായും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു അവസാനത്തെ ചിന്ത കൂടി പറയാം. ഒരു വർഷം കൂടിയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ആ ഒരു വർഷം ഒരു കുറ്റബോധവുമില്ലാതെ പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കാൻ
നിങ്ങൾ എങ്ങനെയുള്ള ആളായി മാറണം എന്നുകൂടി ആലോചിക്കുന്നത് ഒരുപക്ഷേ കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ സാധ്യതകൾക്കനുസരിച്ച് ഉയരാൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, നിങ്ങളിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം? അതാണൊരു പക്ഷേ കൂടുതൽ ഒരു ഫണ്ടമെന്റലായിട്ടുള്ള ചോദ്യം.